ജെയ്നസ് രാജു കൂടി ചേരുകയാണ്. ജെയ്നസ് രാജു മറിയക്കുട്ടിയുടെ വീട്ടിലുണ്ട്. മറിയക്കുട്ടിയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ജെയിൻ, തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ മറിയക്കുട്ടി അമ്മയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അവർ വീട്ടു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. അമ്മ, കോടതിയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി കൊടുത്തത് രാഷ്ട്രീയ പ്രേരിതം, ഏതോ രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നതെന്നാണ്. വീണ വിജയന് മാസപ്പടി മേടിക്കാമെങ്കിൽ ഞാൻ മാസപ്പടി മേടിക്കാൻ പാടില്ല. എൻ്റെ അവകാശപ്പെട്ട പെൻഷനല്ലേ ഞാൻ ചോദിക്കണേ. എൻ്റെ പെൻഷൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കും കൊടുത്തിട്ടില്ല. 5 മാസത്തെ പെൻഷനേ ചോദിക്കണേ. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് വരുവാ. ഞങ്ങൾക്കും ഉണ്ട് ഈ കഞ്ഞി കുടിക്കാനും ഇറച്ചിക്കറി കൂട്ടാനൊക്കെ ആഗ്രഹമുണ്ട്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അത് പിണറായിയുടെ കുട്ടറ രാഷ്ട്രീയം കളിക്കുന്നത്. പിന്നെ പറയണു എന്നാ കോൺഗ്രസ്സുകാരിയാന്ന് തോന്നണം. എനിക്ക് ഈ വിജയൻ്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുവാദമൊന്നും വേണ്ട. എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട. അത് എനിക്ക് ഇഷ്ടമുള്ള പാർട്ടി പോകും. അത് തടയാൻ പോരണ്ട. അത് നടക്കാനും പോണില്ല. അത് മുഖ്യമന്ത്രി ആയത് ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുകയൊന്നും വേണ്ട. അത് തന്നെയല്ല, ഞങ്ങൾ വലഞ്ഞു. ഒരു കടയിൽ ഒരു സാധനം മേടിക്കാൻ നിവൃത്തിയില്ല. തീ പിടിച്ച വില. മാവേലി സ്റ്റോറിലാണെങ്കിൽ ഒന്നുമില്ല, റേഷൻ കടയിലൊന്നുമില്ല. അപ്പം ഈ രീതിയിൽ നടത്തിയ ഈ വിനോദയാത്ര നടത്തും. ഒരു ഉപ്പും മുളകും മേടിക്കാൻ റോഡിൽ ഇറങ്ങാനും പറ്റിയല്ല. അവരുടെ ഗുണ്ടകളുടെ കളിയാണ്. അപ്പോൾ കല്ലെടുക്കണോ വാളെടുക്കണോ. ഇപ്പം ഈ പിണറായി ഈ വിനോദയാത്ര തുടങ്ങിയ പിന്നെ വഴിയിൽ നടക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാർത്തയിൽ കാണാമല്ലോ, വീടുകൾ തകർക്കൽ, ആൾക്കാരെ തല്ലി തകർക്കൽ, രക്തത്തെ മുക്കണ, ഇതെല്ലാം രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമാണ്. എൻ്റെ ഒന്ന് പിടിച്ച് കാണിക്കുക ആരാ ചോര പിടിക്കുകയെന്ന്. സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല നിങ്ങളെപ്പോലുള്ളവർക്ക് പെൻഷൻ നൽകാനാണോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ. ഈ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ കാണാവുന്ന കടകൾ തോറും ബക്കറ്റ് കൊണ്ട് കയറി 1000 രൂപ കൊടുത്ത് അവർക്ക് 10,000 20,000 ഒരേ കടയിൽ ചോദിക്കണം ബക്കറ്റ് പിരിവ്. ആ ബക്കറ്റ് പിരിവ് കൊടുത്തില്ല, കട തകർക്കും. ആ മീൻ വിറ്റുകൊണ്ടിരുന്ന ബാലത്തിൽ 10-15 കിലോ മീൻ വെച്ചു. അത് അവർ 5,000 ഒക്കെ 2,000 ഒക്കെ ചോദിച്ചു. ആ കൊടുക്കാഞ്ഞിട്ട് ആ മീനെല്ലാം തട്ടിക്കളഞ്ഞു. ആ മീൻ ആരിക്കൊണ്ടുപോയി. അത് മറിയക്കുട്ടി പറഞ്ഞിട്ടാണോ? അതുപോലെ ഇവിടെ ഒരു മുതലാളിക്ക് ഒരു ശകലം മുളകും തോട്ടം ഉണ്ടാകും. അതിലൊരു പണിക്കാരൻ ഈ CPM-കാരനായിരുന്നു. ആ ബക്കറ്റ് കൊണ്ട് പിരിവ് ചെന്ന് കൊടുത്തില്ല. ആ കൊടുക്കാത്ത കാരണം ആ ഒരൊറ്റ കൊല്ലത്തെ മുളക് മുഴുവൻ കളഞ്ഞു. ഒരു കൊടിയോ 2 ദിവസം പറിച്ചാൽ തീരെയല്ല. അത്രയും നല്ല സൈസ് കൊടിയാണ്. ഒന്ന് ഈശൻ വളരെ ഒടുങ്ങി പോന്നാൽ, പനംകുട്ടി തുടങ്ങി പോന്നാൽ, വെള്ളത്തൂല് തുടങ്ങി പോന്നാൽ, മൂന്നാർ തുടങ്ങിയുള്ള ആൾക്കാർ 10,000 ആൾക്കാർ പണിയെടുത്തുണ്ട്. ഇതുപോലെ ബക്കറ്റ് പിരിവ് നടത്തി. അവർ കൊടുക്കാതെ വന്നു. കൊടുത്തിട്ട് അത് തൃപ്തിയാകുന്നില്ല. ലാസ്റ്റ് ശരി, മറിയക്കുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും.